ഐറ്റം കുറച്ച് വെറൈറ്റി ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ആണ്. ഞാൻ ഇതുവരെ മഷ്റൂം കഴിച്ചിട്ടില്ല, അപ്പൊ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഏതായാലും നല്ല കിടുക്കനാക്കി ഉണ്ടാക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ കൊളയാ പിന്നെ ജന്മത്തിൽ ഈ സാധനം കഴിക്കലുണ്ടാവില്ല. അതോടെ നല്ല പോലെ ഉണ്ടാക്കാം. പോരി ഫസ്റ്റ് ഇത് നമുക്ക് കട്ട് ചെയ്യാം. അടി പിടിച്ചിരുന്നപ്പോ ഉമ്മ എന്നോട് പറഞ്ഞത് കട്ട് ചെയ്യാൻ നല്ല രസമാണ്. അപ്പൊ പോരി നമുക്ക് എല്ലാവർക്കും കൂടെ ഒപ്പം കട്ട് ചെയ്യാം. ഞാനേ ഇത് അരിയുമ്പോത്തിനും ഉമ്മാക്ക് ചെറിയൊരു പണി കൊടുക്കട്ടെ. ഇത് ചെറിയ ഉള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, എന്തൊക്കെ ഞാൻ പറയാൻ പറ്റും, മല്ലിച്ചപ്പ്, ഒരു തക്കാളി, ഇതൊക്കെ കൂടെ മിക്സി ഇട്ട് നല്ലോണം അടിക്കണം. ഇത് നോമ്പിന്റെ മുന്നേ മിക്സിയൊക്കെ ഒന്ന് നന്നാക്കാൻ കൊടുത്തപ്പോൾ അവരിട്ട നമ്പറാണ്. എത്ര എടുത്തിട്ടും പോണില്ല. അപ്പൊ ആ നമ്പർ അവിടെ ഇരുന്നോട്ടെ, തിരിച്ചറിയാലോ, ആൾക്കാരുടെ എന്നൊക്കെ മാറി പോവില്ല. ഇതിപ്പോ ഉമ്മാക്ക് കൊടുത്ത പണി ഞാൻ ഏറ്റെടുക്കേണ്ടിയിരുന്നത് തോന്നുന്നത്. ഒരിത്തിരി കാശ്മീരി മുളകും കുറച്ച് സുർക്കയും കൂടെ വെച്ചിട്ട് വേണം അടിക്കാൻ. അരക്കണയ്ക്ക് ഒരു 5-6 ബദാം വെള്ളത്തിലിട്ടതും ഒരു 5-6 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടതും കൂടെ ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു ചെറിയ ഉള്ളിയും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വല്ലാതെ സോട്ട് ചെയ്യണ്ട, അതിലേക്ക് നമ്മൾ ഈ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ടേ. ഈ അരച്ച മസാലക്ക് തന്നെ ഒരു നല്ല സ്മെല്ലുണ്ട്. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. വിചാരിക്കും ഇബോ ചേച്ചി ഫസ്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് എനിക്കൊരു മുൻപരിചയം ഉള്ള പോലെ ഉണ്ടാക്കണ്ടല്ലോ എന്ന്. നമ്മളീ ചിക്കന് പിന്നെ എന്താ ബീഫ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവൂലേ, രണ്ടൊന്നും കൂടെ ഇത്തിരി ഇട്ടുകൊണ്ട് ഇതാണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഇതൊരു വെറൈറ്റി ആവും. നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒക്കെ കൂടെ മിക്സ് ചെയ്യുക, അടച്ച് മൂടി അവിടെ വെക്കുക. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ തിന്നണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും സംഗതി നല്ല കിഡിലൻ ആയിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി വെറുതെ കൂണാന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ നിൽക്കണ്ട, എല്ലാവരും ഉണ്ടാക്കി നോക്കി.